രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് പോസ്റ്റർ ഒട്ടിക്കുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം എന്നുള്ളത്. നിലവിൽ സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രചാരണം, റീൽസ് രൂപത്തിൽ 30 സെക്കൻഡിന്റെ വീഡിയോകളാണ് ഇപ്പോൾ തരംഗമെങ്കിൽ പോലും പഴയതിന് സമാനമായി, പഴയ കാലഘട്ടത്തിന് സമാനമായി പോസ്റ്ററുകൾ പതിപ്പിക്കുന്നത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്തിൽ രാഷ്ട്രീയ പാർട്ടികളോടൊരു ആവേശം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് മുൻപോട്ട് പോകുമ്പോഴും ഈ തിരുവനന്തപുരം നഗരം പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിലൊരു വ്യത്യസ്തതയുള്ളത്, തിരുവനന്തപുരം തമ്പാനൂരിലെ ന്യൂ തിയേറ്റർ റോഡിൽ സിനിമാ പോസ്റ്ററിന് മാത്രമുള്ള കുത്തക ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. അതായത് സിനിമകളുടെ സീക്രട്ട് ഫോമിലെ സ്ഥാനാർത്ഥികൾ സൂപ്പർ സ്റ്റാർ ആകാനില്ലെന്നാണ് ഈ തിരുവനന്തപുരം തമ്പാനൂരിലെ ന്യൂ തിയേറ്റർ റോഡിൽ പോസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾക്ക് പകരം ഇപ്പോഴും ഇടം പിടിക്കുന്നത് സിനിമാ പോസ്റ്ററുകൾ തന്നെയാണ്. ആ ഒരു റിപ്പോർട്ട് കാണാം. നഗരത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ ഓടുന്ന സിനിമകളുടെ പോസ്റ്ററുകളെല്ലാം പതിയുന്ന ഇടമാണ് തമ്പാനൂർ ന്യൂ തിയേറ്റർ റോഡ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ രാഷ്ട്രീയ പോസ്റ്ററുകൾ കൈയടക്കിയോ എന്ന് ഒന്ന് നോക്കാം. ഇല്ല, ഇവിടെ സിനിമകളുടെ സ്വന്തം പറുദീസ തന്നെ. സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വന്നാലും ആരും നോക്കില്ലെന്ന സത്യം പടം കാണാൻ വന്നവരും സാക്ഷ്യപ്പെടുത്തി. ഇവിടെ എല്ലാവരും രാഷ്ട്രീയക്കാരെ കാണാനല്ല വരുന്നത്, സിനിമ കാണാനാണ് വരുന്നത്. അപ്പോൾ അതാരും ശ്രദ്ധിക്കത്തുമില്ല. ഇപ്പോൾ ഒട്ടിച്ചാലും ഇത് തിയേറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഏത് സിനിമയാണ് അതേ ആൾക്കാർ നോക്കുകയുള്ളൂ, രാഷ്ട്രീയക്കാരത് നോക്കാറില്ല. അത് വേണ്ടെന്നല്ല, അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതെ, സിനിമകളും സ്ഥാനാർത്ഥികളും വഴക്കില്ലാതെ പോകട്ടെ. തിരഞ്ഞെടുപ്പ് കാലമായതോടെ നാട്ടിലെ എല്ലാ വഴികളും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ന്യൂ തിയേറ്റർ റോഡ്, അവിടെ ഇപ്പോഴും സിനിമാ പോസ്റ്ററുകൾക്ക് മാത്രമായുള്ള സീക്രട്ട് ഹോം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കയ്യേറിയിട്ടില്ല. ക്യാമറാമാൻ അനന്തുവിനൊപ്പം MK വിനോദ്, ജനം, തിരുവനന്തപുരം.